കാത്തിരുന്നല്ലേ നിന്റെ മാതാവ്? അല്ലേ? ഞാൻ ചോദിച്ചതാ. അപ്പോ ഇപ്പൊ നിനക്ക് എന്തേ മാതാവിനെ വേണമെന്ന് തോന്നി? നിന്നോട് ഞാൻ അന്ന് പറഞ്ഞു. ഇപ്പൊ പോയ നീ മാതാവിന്റെ ഇല്ലത്തേക്ക്? നിന്നോട് ഞാൻ എന്താ പറഞ്ഞു? നിന്നോട് നിന്റെ മാതാവിന്റെ ഇല്ലത്ത് പോവാനാ പറഞ്ഞു. പോയിട്ട് വാങ്ങി എന്റെ അടുത്ത് വരുമ്പോ നിന്റെ മാതാവിന്റെ അരികിൽ പോയിട്ട് നിന്റെ മാതാവിന് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടതായ വിഭവങ്ങളോ എന്തെങ്കിലും വേണ്ടത് വാങ്ങിച്ച് കൊടുത്തിട്ട് വന്ന എന്റെ അടുത്ത്. എങ്ങനെയുണ്ട്? എത്ര കാലമായി നീ നിന്റെ മാതാവിന്റെ അടുത്ത് പോകുന്നത് ഇല്ലേ? അതിനുശേഷം നീ നിന്റെ മാതാവോട് ഈ മണ്ണിലുണ്ടോ നീ അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ തെറ്റൊക്കെ നീയല്ല പ്രവർത്തിച്ചേ. അപ്പൊ നീ അടുത്ത ദിനം ഒന്ന് പോയിട്ട് മാതാവിന് ഒരു കോടിയാട കൊടുത്തിട്ട് ഒരു വെള്ളി കൊടുത്തിട്ട് സന്തോഷിപ്പിച്ച് വാങ്ങാൻ വഴി ഉണ്ടാക്കി തരാം. വന്നിട്ട് എന്റെ ഇല്ലത്തേക്ക് വന്നാൽ മതി. മനസ്സിലായ? പുഷ്പത്തേക്ക് ഒന്നും ഒക്കെ പൊറുക്കണെന്ന് പറഞ്ഞു കാണിട്ടേ വരിക കേട്ടാ. എന്നിട്ട് എന്നെ കാണാൻ വന്നാൽ മതി. മനസ്സിലായ? പൊക്കോ. ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്തില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ ശരിയാവോ? ഞാൻ എനിക്ക് ദേശത്തെ വെണ്ണക്കാരന്റെ ആസ്ഥാനത്ത് പോയിട്ട് നിന്റെ വ്യാഴം പ്രസാദിക്കാനായിട്ട് അയാളോടൊന്ന് പറഞ്ഞിട്ട് വരാനാ പറഞ്ഞുള്ളൂ. മനസ്സിലായി? അതിന് നിനക്ക് നേരമില്ലെങ്കിൽ കുറച്ച് നാളും കൂടി നടന്നു. വ്യാഴം പ്രസാദിക്കാൻ വേണ്ടിട്ടാ അങ്ങേരത്ത് പോയിട്ട് കാര്യം പറഞ്ഞിട്ട് വരാൻ പറഞ്ഞു. മനസ്സിലായി? നീ അങ്ങേരെ ദേശക്കാരനല്ലേ? അപ്പൊ ആ ദേശത്തുള്ള വെണ്ണക്കാരനോട് പറയണം. മനസ്സിലാവണ്ട? അല്ലെങ്കിൽ നീ കർമ്മം ചെയ്യുന്ന ആ ദേശത്ത് വെണ്ണക്കാരുണ്ട്. ഞാൻ എന്ത് അവിടേക്ക് പറഞ്ഞയക്കഴിഞ്ഞാൽ നിന്റെ ദേശത്തുള്ള വെണ്ണക്കാരനോട് പറയാനാ പറഞ്ഞു. പോയി പറഞ്ഞു വന്നിട്ട് ഞാൻ ഇന്നൊരു ദേശത്തേക്ക് എന്റെ പുസ്തകത്താളൊക്കെ കൊടുത്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും രൂപരേഖയുണ്ട്, വേഗം എന്നെ ഒന്ന് പ്രസാദിച്ച് എന്നെ ഇന്ന ദേശത്തേക്ക് ഒന്ന് കടത്തിത്തരാൻ അങ്ങേരോട് പറയണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. മീതി ഞാൻ ചെയ്തോളാൻ പറഞ്ഞേ. നീ അത് ചെയ്തില്ല? ചെയ്താ? ഇപ്പൊ നീ ഇങ്ങടെ എന്തിനാ വന്നപ്പോ? ആവശ്യത്തിനല്ലേ? അതുപോലുള്ളൊരു ആവശ്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. നിന്റെ കാര്യം എന്റെ കാര്യമില്ല. നിന്നോട് ഞാൻ എന്താ പറഞ്ഞു? നിന്റെ ദേശത്തെ വെണ്ണക്കാരൻ നിന്റെ ഭവനത്തിന്റെ പടിഞ്ഞാറ് വശത്തല്ല അങ്ങേരോടൊന്ന് കണ്ടിട്ട് വരാനാ പറഞ്ഞുള്ളൂ. നിന്റെ ദേശത്ത് എന്റെ അട്ടക്കാരൻ കണ്ടിട്ടില്ല, എന്റെ കാര്യക്കാരൻ കണ്ടിട്ടുണ്ടോ? ഇല്ലില്ല. നിന്നോടെന്താ പറഞ്ഞു? നിന്റെ ദേശത്ത് പടിഞ്ഞാറ് വശത്തിരിക്കുന്ന ആ വെണ്ണക്കാരന്റെ ആസ്ഥാനത്ത് പോയിട്ട് വെണ്ണക്കാരൻ ഞാൻ ഇന്നൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് എല്ലാ കടലാസുകൊണ്ടും കൊടുത്തിട്ടുണ്ട്, ഇത്ര കാലമായി എന്നെ വേഗം ഒന്ന് പ്രസാദിപ്പിച്ച് തരണം. വ്യാഴം പ്രസാദിച്ച് വ്യാഴം 11ലേക്ക് വന്നു. അക്രമത്തിൽ പോകാതെ കണ്ടെന്ന് വ്യാഴം 11ലേക്ക് വന്നു. എന്നൊന്ന് കടത്തി തരണം. ഇത്രേ പറയുള്ളൂ. മീതിയൊക്കെ ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. എന്തിനാ? അങ്ങേരുടെ കയ്യിൽ നിന്ന് ഒരു അനുവാദം കിട്ടാൻ വേണ്ടിയിട്ടാ. അല്ലാണ്ട് ഇപ്പൊ നിന്നെ കടത്തണമെന്നല്ല. ഏത് ഉണ്ണിനെ ഏത് ദേശത്തേക്ക് ഒളിപ്പിക്കലും കടത്തണമെങ്കിലും എന്നെ അപ്പുറത്തേക്ക് വേറെ കാര്യമില്ല. അങ്ങേരോട് ചോദിക്കാൻ പറഞ്ഞതിൽ കാര്യമുണ്ട്, കാരണമുണ്ട്. മനസ്സിലായ? അപ്പൊ നീ അതൊന്ന് പോയിട്ട് പോ കേട്ടോ. ഇനി അടുത്ത കർമ്മത്തിന് വരുമ്പോ എന്റെ കർമ്മം പ്രവർത്തിച്ചു പോയിട്ട് വന്നേക്കണം കേട്ടോ. ഒരു തിരുമുടിമാല, ഒരു പാൽപ്പായസം. എവിടുന്ന വരുന്നത്? നിന്റെ ഉണ്ണി സന്താനത്തിന് കെട്ടാനായിട്ട് ആ മിന്നിരിക്കുന്ന കടയിലെ ഏറ്റവും വലിപ്പുള്ള താലി തന്ന നീ വാങ്ങൂ. ചോദിച്ചാലുത്തരത്തിലേക്ക് വരില്ല. ആ വ്യാപാരശാലയിലെ ഏറ്റവും വലിയ താലി തന്ന നീ വാങ്ങൂ. അപ്പൊ പിന്നെന്താ? അങ്ങേര് അത് തന്നുള്ളൂ എന്ന് പറഞ്ഞ് ഇന്നതനാണെന്ന് പറഞ്ഞു വാങ്ങണം. നീ അതെന്റെ ഉടപ്പുറന്നോട് കാളിക്കൊണ്ട് കൊടുക്ക്. മംഗല്യം കഴിഞ്ഞിട്ട് എനിക്ക് തന്നാൽ മതി, ഇതെനിക്ക് വേണ്ട. നീ എൻ്റെ ഉടപ്പുറന്നോട് കാളിയുടെ കോഴിക്കല്ലിടയിൽ ആ സ്ത്രീ പ്രതിമ ഇട്ടേക്ക, അതങ്ങോട്ട് കൊണ്ടു കൊടുക്കും. മനസ്സിലാവണ്ട? നിന്റെ ഉണ്ണി സന്താനത്തിന്റെ ചിത്രം ആ ഉടപ്പുറന്നോട് കാളിയുടെ ഭണ്ണാര സങ്കല്പത്തിൽ ഇട്ടേക്ക. ആ താലി ഒരു മുക്കണ്ണനും കൂടി അങ്ങോട്ട് കൊടുത്തേക്ക്. ഒരു ചുവന്ന പട്ടില് ഒരു പിടി വെള്ളി നിന്റെ ഉദരം ഒഴിഞ്ഞ് അങ്ങോട്ട് കൊടുത്തു. തീർപ്പ് ഞാൻ ഉണ്ടാക്കി തരാം. നാളെ എൻ്റെ കാളിയുടെ നടതുറപ്പ് ദിവസമാണ്. നാളെ തന്നെ ആവട്ടെ, നാളെ തന്നെ ആവട്ടെ. നീ ചെയ്തേക്കണം, ഞാനല്ല ചെയ്യണ്ടേ. നാളെ തന്നെ ആവട്ടെ. പൊക്കൂ.
എവിടെയുള്ള ഉണ്ണിയാണ്? എവിടെയുള്ള ഉണ്ണിയാണ്? ആ ഉണ്ണിയാണോ വെള്ളി കൊണ്ടുപോയിരുന്നത്? ഒരു ഉണ്ണി പോയതിന്റെ പിന്നാലെ അടുത്തുണ്ണി പോയില്ലേ അല്ലേ? ആദ്യം മാൻസന്താനം പോയതിന്റെ പിന്നാലെ പെൺസന്താനം പോയില്ല. എങ്ങനെയാ? അത് കഴിഞ്ഞപ്പോ ആൺസന്താനം ഇവിടെ കുറെ വെള്ളി ബാധ്യത വരുത്തിയില്ലേ? അവിടെ നിൽക്കേണ്ട കുറച്ച് നാള് എന്താ വേണ്ടേ? അത് മനസ്സിലായി. ഉണ്ണിക്ക് മാത്രമല്ല ഈ ദേശത്ത് കുറെ ഉണ്ണികൾക്ക് വെള്ളി കൊടുക്കും ഇല്ലേ? അത് അറിഞ്ഞിട്ട് പിന്നെ നിനക്ക് ചെയ്യാൻ പോയേ? ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി. ആ ഉണ്ണി ഇവിടെ ഒരുപാട് ഉണ്ണികൾക്ക് വെള്ളി കൊടുക്കാണ്ട് ഉണ്ണിക്ക് തരാനുള്ള 10 മടങ്ങ് വെള്ളി ഈ ദേശത്ത് ഓരോ ഉണ്ണികൾക്ക് കൊടുക്കാൻ ശരിയാണ്. അന്വേഷിച്ച് പറഞ്ഞപ്പോ കിട്ടിയില്ലേ മറുപടി? അത് തന്നെ ഞാനും പറഞ്ഞുള്ളൂ. പോയി കഴിഞ്ഞിട്ടുള്ള കഥയെ പറഞ്ഞുള്ളൂ. ഇത്രയും പെട്ടെന്ന് ഒരു ഉണ്ണികളും വിചാരിച്ചില്ല ആ ഉണ്ണി ഈ ദേശം കടന്നു പോകുന്നു അല്ലേ? കടലാസ് കൊണ്ട് കൊടുത്തിട്ട് കാര്യമില്ല. വാങ്ങിച്ച് തരാൻ ഞാൻ പടി മതിയാ. ധൃതി പിടിച്ചിട്ട് കാര്യമില്ല. ധൃതി പിടിച്ചാൽ കിട്ടൂല. മനസ്സിലായില്ലേ? ആ ഉണ്ണിക്ക് എന്തെങ്കിലും വേവലാതി വെച്ച വെള്ളി കിട്ടും. നിന്റെ അതും കിട്ടില്ല. കിട്ടോ? നിന്റെ കൂടപ്പുറത്തല്ലേ? ഞാൻ വാങ്ങിച്ചു തരാം. മതിയാ. എടുത്ത് അപ്പൊ പിന്നെന്താ നീ എന്നെ കാണാൻ വന്നേ? അതുകൊണ്ട് കാര്യമില്ല. ഇവിടെ അങ്ങനത്തെ ഒരു വാക്കം സ്വീകരിക്കുന്നില്ല. ഞാൻ വെല്ലുമേല ഞാൻ എന്റെ വല്ലിക്കൂല. അല്ലാണ്ട് നന്ദി സങ്കടം ഞാൻ കേൾക്കും. നന്ദിയൊന്നും എനിക്ക് വേണ്ട. മനസ്സിലായില്ല? നീ എന്നെ നേരെ ഓടിച്ചതാ. അത്രയും ദേശത്തെ ഓരോ ഉണ്ണികളുടെ ഇരിപ്പിടത്തിന്റെ ഇരുത്ത് ചെന്നിട്ടും ഒരേ ഇരിപ്പിടത്തിന്റെ അരിയത്തും അവരുടെ ചെന്നുകാഞ്ഞ് ഒരേ കടലാസങ്ങളിൽ ഞാൻ ഓരോന്നോരോന്ന് മാറ്റി മാറ്റി വെപ്പിച്ച് കട്ടായം പറഞ്ഞ ആ പെൺസന്താനം തരില്ല അല്ലേ? ഒരു രാത്രി ഉറക്കിയിട്ടില്ലേ ഞാൻ ആ പെൺസന്താനത്തിനെ? പിറ്റേ ദിവസം വന്ന് 11 മണി നേരമാകുമ്പോഴേക്കും വെപ്പ് വെച്ച് തന്നില്ലേ? അതിനേലും മേലാധികാരി പറഞ്ഞിട്ട് വരാ ആ പെൺസന്താനം വെപ്പ് വെച്ചില്ല. ഞാനൊന്ന് കിടത്തി പൊറിപ്പിച്ചില്ല. മനസ്സിലായി? അപ്പൊ സന്തോഷഭാക്കൊന്നുമില്ല. എന്റെ വെട്ടിയെടുത്തു. അല്ലെങ്കിൽ അടുത്ത ക്രമത്തിൽ വരുമ്പോ കൊണ്ടുവരാൻ കണക്കൊന്നുമില്ല ഇവിടെ. കൊണ്ടുവന്നേല. അത് കഴിഞ്ഞ് മറന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അത് അവിടെ നിൽക്കൊള്ളോട്ടാ. പിന്നെ കിട്ടില്ല. പൊക്കോ. പോയിട്ടില്ല വരെ നീ പൊക്കോ. ഇതെനിക്ക് തന്നില്ലെങ്കിൽ ചിലപ്പോ പോവും. എന്ത് എഴുത്ത് പരീക്ഷ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിജയം എന്നൊക്കെയാ. അതുവരെ എനിക്ക് ഒരു കാര്യസിദ്ധാർത്ഥം പൂജ കഴിച്ചോന്നില്ലേ? അത് കഴിയുന്നവരെന്നാ പറഞ്ഞോളൂ നിന്നോട്. ഒരു കർമ്മം അല്ലെ ഒരു കർമ്മം തരൂ. അത് കഴിയുന്നവരെ. മനസ്സിലായില്ല? നീ എവിടുന്ന വരണ ഉണ്ണിയെ? അപ്പൊ നിന്റെ ദേശത്ത് എന്റെ ശൂലക്കാരനില്ലേ? ശൂലക്കാരനില്ലേ എന്നെ? അങ്ങയുടെ ആസ്ഥാനത്ത് എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളും മുടക്കം കൂടാതെ കണ്ട് ഒരു ഇളനീര് കൊണ്ടുപോയിട്ട് ആട്ടം കഴിച്ചേക്കാം. മനസ്സിലായോ ഉണ്ണിയെ? പൊക്കോ, ഞാൻ തരാം. വിജയിപ്പിച്ചെന്നാ പോരെ? ഞാൻ ഉത്തരം കാണിച്ചു തരാം. നീ എഴുതണം. ശരിയാതെ തെറ്റാതെന്ന് കാണിച്ചു തരാം. മനസ്സിലായില്ല? അല്ലാതെ കണ്ട് ഞാൻ നിൽക്കില്ല. മതിയാ? അപ്പൊ മാറി മാറി വരട്ടെ. അതായിക്കോട്ടെ. അല്ല, ആരുടെ പേരില മണ്ണ്? നക്ഷത്രം മണ്ണ് കൊണ്ടുവന്ന് പൂജ കഴിക്കുന്നു. അത് കൊണ്ട് പൂജ കഴിച്ച് ഞാൻ പൂട്ടിയിട്ട് നക്ഷത്രം എന്ന് പറഞ്ഞാൽ സമയം നല്ലതാണ്. പിന്നെന്താ തോറ്റേ? ഞാൻ തോറ്റേന്ന് ഉത്തരത്തിരിക്കുക.
പിന്നെന്താ തോറ്റെന്ന് വെച്ചാൽ നിന്റെ സമയം നല്ലത് വ്യാഴം 11 ശനി 5 ഞാൻ ബലവാനാണ്. മറ്റുള്ള ഗ്രഹങ്ങളൊന്നും അവരവരുടെ വീട്ടിൽ അവര് വരികയെന്ന് പറഞ്ഞ മാതിരി ഒരു ഗ്രഹങ്ങളും നിനക്ക് ദോഷസ്ഥാനത്തില്ല. പിന്നെ നീ എന്തേ തോറ്റെന്നോ ചോദിച്ചു. അങ്ങനെ വരേണ്ട നക്ഷത്രം അല്ലല്ല. നീ പഠിച്ചിട്ടില്ലെങ്കിൽ അതില്ലാന്ന് പറയാം. പിന്നെ ഓർമ്മ നിൽക്കണില്ല എന്ന് പറയുന്നത് നക്ഷത്രം ക്രിക്കറ്റാ. ഐലൻഡ് ക്രിക്കറ്റ് രേവതി, പൂർവ്വത്താതി ഉത്തരത്താതി രേവതി, ഇവർക്കൊക്കെ വ്യാഴം ബലവാനായിട്ട് നിൽക്കുന്ന നക്ഷത്രം. നീ അപ്പോ എൻ്റെ അടുത്ത് ഉരുണ്ട് കളിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പൊ ഇതെന്ത് പറഞ്ഞാ പോലെ, ഇതിങ്ങനെ പറഞ്ഞാ പോലെ അണ്ടതിന്റെ പറഞ്ഞ ഓർമ്മ നിൽക്കില്ല. നീ പഠിച്ചാലല്ലേ നിനക്ക് ഓർമ്മ നിൽക്കുള്ളൂ അല്ലേ? നീ വാഹനത്തിൽ കയറിയിരുന്ന വാഹനം പോകില്ല. നീ അത് പ്രവർത്തിക്കണ്ടേ, എന്നാലല്ലേ പോകുള്ളൂ. അതുകൊണ്ട് ഞാൻ കയറി ഇരുന്നതുകൊണ്ട് വല്ല കാര്യമില്ല. പുള്ളി പറഞ്ഞാ അപ്പൊ പിന്നെ എന്നെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ലല്ല, ആ എഴുത്ത് പരീക്ഷ കഴിയുന്നവരെ എല്ലാ മാസക്കാലം ഓരോ തവണയായിട്ട് ഓരോ കർമ്മം പ്രവർത്തി ചെയ്യുന്നുണ്ട്. ഇതൊരു ചെമ്പോര തകട് തരാം. ആ തകട് കൊണ്ടുപോകാൻ പറ്റും. അകത്തേക്ക് കൊണ്ടുപോകും. അത് തന്നെയല്ലേ ചോദിച്ചത്. പുറത്ത് വയ്ക്കാൻ പറ്റും. ഇനി വരുമ്പോ അത് ചോദിച്ചു വാങ്ങിച്ചോ. അപ്പൊ നോണ പറയൂ. അപ്പൊ ഉള്ളതും കൂടി ഞാൻ ഇല്ലാണ്ടാണ്. എൻ്റെ അടുത്ത് ഞാൻ എല്ലാത്തിനും കൂട്ടി നിൽക്കുന്ന ആളാണ്. ഉണ്ണി ഏത് കാര്യത്തിന് പൊക്കും, എന്നെ പിടിച്ച് പൊക്കും. അപ്പൊ ഞാൻ അതിന് ആരും കാണാണ്ട് കൊണ്ടുപോയി കാര്യം കഴിച്ച് കൊണ്ടു തിരിച്ചു തരും. പക്ഷെ എന്നെ കബളിപ്പിക്കാൻ നിന്നാൽ ഞാൻ സമ്മതിക്കില്ല. പൊക്കോ ഒക്കെ ഉണ്ണി ഉണ്ടാവില്ല. ഞാനല്ലേ മാതാവിന്റെ പേരിൽ എല്ലാത്തിനും ഉണ്ടായിട്ട് അച്ഛൻ കാലത്തിലൊരു കൂണത്തിന്റെ കാലം ഒരു കുടം കൊണ്ട് നീര് കഴിക്കുക. അതിന് 2-3 ഇലകൾ വാങ്ങിച്ച് ഭവനത്തിൽ കൊണ്ടുവന്ന് ചവച്ചരച്ച് കഴിച്ചേക്കണം കേട്ടോ. മാറ്റേണ്ടത് അതുപോലെ വിളവ് ഞാൻ തന്നേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നീ പൊക്കെ ഞാനുണ്ട്. ഞാൻ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായി. നിന്റെ പിതാവ് ഭാഗം വെച്ച് തന്നില്ല എല്ലാവർക്കും? എല്ലാവരും ഒപ്പിട്ട് വാങ്ങിയ അപ്പൊ വെള്ളി കൊടുത്തന്നെ രേഖണ്ട. അതങ്ങ് രേഖ ഉണ്ടാക്കണ്ടല്ലേ? വെള്ളി അപ്പൊ തന്നെ കൊടുത്താ, അപ്പൊ തന്നെ ഒപ്പ് വെച്ച് വാങ്ങണ്ടേ? നിന്റെ പിതാവ് എന്താ പറഞ്ഞ? വെള്ളി കൊടുക്കുമ്പോ ഒപ്പ് വെച്ച് വാങ്ങണം. അതായത് പിതാവിന് മനസ്സിലായി സന്താനങ്ങള് 10 ഉണ്ടെങ്കിൽ 10 തരാന്ന്. അതുകൊണ്ടാ പറഞ്ഞ് വെള്ളി കൊടുത്തോ ആരാന്ന് നോക്കണ്ട, ഒപ്പ് വെച്ച് കടലാസുള്ളിൽ വാങ്ങിച്ചോ. ഇപ്പൊ നീ അവര് ചോദിച്ചാലും കൂടുതൽ വെള്ളി കൊടുക്കേണ്ടി വരുമോ? അന്ന് എത്ര കൊടുത്തു? ആ മനസ്സിലായി. അന്ന് 30 വർഷക്കാലം മുമ്പ് 25 വെള്ളി കൊടുത്തു. നീ ഇപ്പൊ അതിന് 10 മടങ്ങ് ബലുണ്ട്. ആ വെള്ളിക്ക് ബലല്ലേ? ബലല്ലേ? ഇപ്പൊ നിന്റെ ഭാഗത്ത് ഒരു രൂപരേഖയില്ല, അവരുടെ ഭാഗത്ത് രൂപരേഖയുണ്ട്. മനസ്സിലായില്ല? നിന്റെ കയ്യിൽ നിന്ന് ഒരു ഭാഗം വാങ്ങിയിട്ടില്ല, അത് പിതാവിന്റെ കയ്യിൽ നിന്ന്. മനസ്സിലായില്ല? അങ്ങനെ പറഞ്ഞാൽ നിനക്ക് സമർത്ഥിക്കാൻ പറ്റില്ല. വെള്ളി അവർ 25 വർഷക്കാലം മുമ്പ് 25 വെള്ളി വാങ്ങിച്ചു. ആ വെള്ളി വാങ്ങിച്ചതിന് നിനക്ക് എഴുതി ഒപ്പ് വെച്ച് തന്നിട്ടില്ല. ഇപ്പൊ നീ അതുകൊണ്ട് 1 ലക്ഷം വെള്ളി കൊടുക്കാന്ന് പറഞ്ഞിട്ടും സമ്മതിക്കണില്ല. അവരൊക്കെ ഇനി വരുമ്പോ അവരുടെ പേരൊക്കെ എഴുതി കൊടുക്കും. ഞാൻ വഴി ഉണ്ടാക്കി തരാം. ഞാനൊന്ന് നോക്കട്ടെ. വാക്കുവാദം നിൽക്കണ കാരണം കൊണ്ടാ കേട്ടാ. ഒരു പാത്രത്തിൽ നിന്ന് പോകുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉണ്ണിയെ. മനസ്സിലായി? അപ്പൊ ഇതൊരു പാടാ പല ഉണ്ണികൾക്കും. സമ്മതിച്ച അവരൊക്കെ പേരെഴുതി കൊടുത്തു. അവരുടെ പേരിൽ ഇനി വരുമ്പോൾ ഓരോ കർമ്മം പ്രവർത്തിച്ചോ. അവരൊക്കെ ചിത്രം തന്നെ കൊണ്ടുപോകാം. കൊടുത്ത 4-ാം ഇടത്തിന്റെ പേരൊക്കെ എഴുതി കൊണ്ടുവരാം. മംഗല്യം കഴിച്ച ആൺസന്താനങ്ങളുടെ പേരും കൊണ്ടുപോകാം. ഞാൻ വഴി ഉണ്ടാക്കി തരാം കേട്ടാ. മനസ്സിലായില്ല? ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായ? മംഗല്യം കഴിച്ചു കൊടുത്ത പെൺസന്താനങ്ങളില്ല, അവരെ കെട്ടിടിപ്പിച്ച ആൺസന്താനങ്ങളുടെ പേര്, അവരെ 4-ാം ഇടത്തിന്റെ പേര്, ദേശം ഇത് എഴുതി കൊണ്ടുപോകാം. നിന്റെ നാളും പേരും നിന്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും പേര് എഴുതി കൊണ്ടുപോകാം. ഇന്ന മണ്ണിന് ഞങ്ങൾ കൊടുത്തതാ. അതിപ്പോ ഇല്ലാന്നാ പറയണേ. അത് ഞാൻ തീർപ്പുണ്ടാക്കി തരാം. പൊക്കോ. എവിടുന്നാ വരുന്നേ? നിനക്ക് സന്താനങ്ങളുണ്ടാ? ഇല്ല.
സന്താനം ഉണ്ടോന്ന് ചോദ്യം. ഇല്ല. മംഗല്യം കഴിച്ച പുരുഷനില്ലേ നിന്റെ കൂടെ? അങ്ങനെ എന്തെങ്കിലും കുറവ് വരുത്തിണ്ട നിനക്ക്? ഞാൻ സന്താനങ്ങൾ ഉണ്ടാവുന്ന കണക്കൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അവര് നിനക്ക് ചെയ്തു തരേണ്ട കാര്യങ്ങൾ, അതായത് അന്നത്തിനോ ആടയാഭരണക്കോ നീ പറയുന്നതോ നിനക്ക് വേണ്ടതായ വിഭവങ്ങൾ വാങ്ങിത്തരുന്നതിൽ എന്തെങ്കിലും കുറവ് വരുത്തിണ്ടോന്നോ ചോദ്യം. ഇല്ല. പിന്നെ എന്തിനപ്പോ ഈ കൂട്ടുകച്ചവടം? ഇവിടെ ഇങ്ങനെയൊക്കെ ചോദിക്കും. ഞാൻ അങ്ങനത്തെ ഒരു മുതലാ. ഇപ്പൊ 5 വർഷക്കാലമായിട്ട് ആ ഉണ്ണിനെ കൂടെ താമസിപ്പിച്ചു അല്ലേ? ആ ഉണ്ണിയുടെ കൂടെ താമസിച്ചോ അല്ലെങ്കിൽ നിന്റെ ഭവനത്തിൽ നിന്നു. അപ്പൊ നിന്റെ പുരുഷനെന്തേ അങ്ങേർക്ക് അറിയൂ? ഇല്ല. സമ്മതിക്കണം നിന്നെ ഉണ്ണിയെ. 5 വർഷക്കാലായിട്ട് ഒരു ആൺസന്താനത്തിന്റെ ഭവനത്തിൽ നിർത്തിയിട്ട് ആ നീ മംഗല്യം കഴിച്ച പുരുഷനെ ആ ഉണ്ണി സന്താനം നിന്റെ കൂടെ നിൽക്കണ ഉണ്ണിയാണെന്ന് അറിയില്ലെങ്കിൽ ആ പുരുഷനെ ആദ്യം പടി കടത്തണം. പറഞ്ഞോ? ബന്ധമുണ്ട് അല്ലേ? ഇത് നീ ആദ്യം മനസ്സിലാക്കണ്ടേ? എന്റെ മാടെങ്ങനെയാണ്? കുറെ കാലം ഈ വളപ്പിലെ പുല്ല് തിന്നു, അത് കഴിഞ്ഞു. അപ്പുറത്തെ വളപ്പിൽ വെച്ചപ്പോ അതിലും കൂടുതൽ പുല്ലുണ്ട്, അവിടെ പോവും. എന്റെ മാടിന്റെ സ്വഭാവമായി ആ ഉണ്ണിക്കും അല്ലേ? അതെങ്ങനെ ഇഷ്ടമുണ്ടാവുക? ഇവന്റെ ചിത്രം കൊണ്ടുപോവാ, ഞാനത് നോക്കണം. ഇനി വരും. ഇതിപ്പോ തന്നിട്ട് കാര്യമില്ല. അത് കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല. കർമ്മത്തിന് ഇരിക്കുമ്പോ തരണ്ടേ? കൊണ്ടുപോവാ. 2 പേരെ നാമോദയ നക്ഷത്രം കൊണ്ടുപോവാ. നിന്റെ ദേശത്തിന്റെ പേര് എഴുതി കൊണ്ടുവരാ. 4-ാം ഇടത്തിന്റെ പേര്, നിന്റെ പുരുഷന്റെ പേര്, ആ ഉണ്ണി സന്താനത്തിന്റെ മാതാവിന്റെ പിതാവിന്റെ പേര്, ഇതൊക്കെ എഴുതി കൊണ്ടുപോവാ. ഞാൻ വഴി ഉണ്ടാക്കി തരാം. ഇടാ. പോവില്ലാന്നൊന്നും ഞാൻ ഉറപ്പ് പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ല? കുറച്ചു കാലം 5 വർഷക്കാലം നിന്റെ കൂടെ നിന്നു. അത് കഴിഞ്ഞപ്പോ അടുത്ത ആളെ തേടി. ഇനി അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇല്ലം മാറും. മനസ്സിലായില്ല? അപ്പൊ നീ വരുമ്പോ ഒരു ചമ്പോലത്തങ്ങട് തരാം. അത് നീ കൊണ്ടുപോകും. നിന്റെ എഴുത്ത് പരീക്ഷ കഴിയുന്നതിന് നിന്റെ പേരിൽ ഒരു കാര്യം. എന്നിട്ട് നക്ഷത്രം അതുവരെ അച്ഛൻ്റെ ആലയത്തിലോ ചൂലക്കാൻ്റെ ആസ്ഥാനത്തോ എല്ലാ ചൊവ്വാഴ്ച മുടക്കം കൂടാതെ കണ്ട് ഒരു ഇളനീര് കൊണ്ട് കഴിച്ചേക്കണം. ഉണ്ണിയുടെ പേരിൽ മാതാവ് കഴിച്ചാലും മതി. അല്ലെങ്കിൽ ഉണ്ണിക്ക് പറ്റാത്ത ദിവസങ്ങളിൽ മാതാവ് കഴിക്കുക. അല്ലാത്തപ്പോൾ ഉണ്ണി പോയിട്ട് പുലർക്കാലം അങ്ങനെ നീരാട്ടൊക്കെ കഴിഞ്ഞ് സർവാഭരണ വിഭൂഷിതനായിട്ടിരുന്നിട്ട് ഇളനീര് കൊണ്ടുപോയിട്ട് ഇതൊന്നും ആടെന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പൊ ആ സമയത്ത് ചെന്ന് ആടുന്ന നേരത്തെ പറഞ്ഞേക്കാം നക്ഷത്രം കുറിച്ചതും ഇന്ന ജാതകം കുറിച്ചതും ഇന്ന നക്ഷത്രക്കാരിയായ എൻ്റെ നക്ഷത്ര സംബന്ധമായിട്ട് എന്തെങ്കിലും ദോഷങ്ങള് ശൂലക്കാരാ നീ എഴുതി കുറിച്ച് വെച്ചെങ്കിൽ അതൊക്കെ തീർത്ത് എന്നെ ഞാൻ എഴുത്ത് പരീക്ഷ എഴുതി അതിൽ വിജയം ഉണ്ടാക്കി അതിൻ്റെതായ സ്ഥാനത്തിരിക്കാനുള്ള വഴി ഉണ്ടാക്കി തന്നെ എന്ന് പറയാം. അതാണ്. അപ്പൊ മുടക്കം കൂടാതെ കണ്ട് അതെന്താ അങ്ങനെ വന്നേ? അത്രയും എത്ര വെള്ളിക്ക് ബാധ്യതയുണ്ടല്ലോ. അതെന്താ അങ്ങനെ വന്നേ? അപ്പൊ ആ മണ്ണ് വിറ്റ് വില മാറിക്കഴിഞ്ഞാൽ നിന്റെ ഈ കഷ്ടനഷ്ടം തീരും. അപ്പൊ ഞാൻ വിറ്റ് വില മാറിത്തരാം. പോരെ? ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി. അത് വിറ്റ് വില മാറിയാൽ നിന്റെ ഈ 20 വെള്ളിയുടെ കഷ്ടനഷ്ടം തീരുമെന്ന് ചോദിച്ചോളൂ. അത് ഞാൻ തീർത്തു തരാന്ന്. പോരെ? നോക്കൂ. അപ്പൊ എല്ലാ മാസക്കാരൻ ഉണ്ണി സന്താനങ്ങളുടെ പേരില് 2 പേരുടെ പേരിൽ ആ മണ്ണ് വിൽക്കാനായിട്ട് ഒരു കാര്യസിദ്ധാർത്ഥം പൂജ കഴിച്ചിരിക്കണം. കേട്ടാ? നിന്റെ ദേശത്തെ അച്ഛൻ്റെ ആലയത്തിൽ പോയിട്ട് ഭവനത്തിന്റെ 4 ഭാഗത്തിൽ നിന്ന് മണ്ണ് കൊണ്ടുപോയി അവിടെ ഇട്ട് പറഞ്ഞേക്ക അച്ഛൻ കിടക്കുന്ന അച്ഛനിരിക്കുന്ന അച്ഛൻ കടന്നു പോകുന്ന ആ മണ്ണിൽ ഞങ്ങൾ പതിക്കുന്നു. ഈ മണ്ണൊന്ന് വിറ്റ് വില മാറി തരണം എന്ന് പറയാം. കുറച്ച് വെള്ളിക്ക് കഷ്ടനഷ്ടമുണ്ട്. അപ്പൊ അതൊന്ന് തീർത്തു തരാൻ ഈ മണ്ണ് വിൽക്കാനായിട്ട് അച്ഛനും കൂടി സമ്മതം പറയണമെന്ന് പറയാം. കേട്ടാ? വെള്ളി എനിക്ക് തരണമെന്ന് പറഞ്ഞിട്ട് ഒപ്പം അതിന് തീർപ്പുണ്ടാക്കി തരാം. മേടപ്പുലരിയാകുമ്പോഴേക്കും അതിന് തീർപ്പുണ്ടാക്കി തരാം. അവന്റെ സന്താനത്തിന്റെ നക്ഷത്രം നല്ലതാ, സമയം നല്ലതാ. നീ പൊക്കോ.
വെള്ളി വാങ്ങിച്ച ആ ഉണ്ണി ഒന്നുകൂടി ആ ഉണ്ണിന് ആ ഉണ്ണിയുടെ കാര്യം പറഞ്ഞ് എഴുതി വെച്ചോ. ആരാ 10,000 വെള്ളി തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉണ്ണിയുടെ പേര് പറയാ. എന്നിട്ട് എൻ്റെ ഇല്ലത്തിന്റെ ദേശത്തിന്റെ പേര് എഴുതിയിട്ട് മായക്കാര ഇന്ന ദേശത്ത് ഉണ്ണി ഞങ്ങളുടെ മണ്ണിന് വേണ്ടിയിട്ട് 10,000 വെള്ളി തന്നിട്ടുണ്ട്, അത് വിറ്റ് വില മാറി തരണം എന്ന് പറയാ. ഒക്കോ തീർപ്പുണ്ടാക്കി തരാം. ഞാൻ പറഞ്ഞേ മേടപ്പുലരി ആകുമ്പോഴേക്ക് തീർപ്പുണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നക്ഷത്രം വ്യാഴം 11 വന്നിട്ട് നീ പൊക്കോളാൻ പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. നക്ഷത്രം പറഞ്ഞ് അപ്പൊ നന്നാവും. അപ്പൊ നന്നാവട്ടെ. അവിട്ടല്ല നക്ഷത്രം എല്ലാ ചൊവ്വാഴ്ചയും മുടക്കം കൂടാണ്ട് കൊടുത്തിരുന്നു. അങ്ങേർക്ക് തീർപ്പാക്കാൻ പറ്റും. അങ്ങേരെ എഴുതി കുറിച്ച സമയമോശം. അപ്പൊ ശരീരസുഖം ഉണ്ടാവില്ല. കുറച്ചു നേരം നടക്കുമ്പോൾ തളർച്ച തോന്നാം. അത് തന്നെ പറഞ്ഞ അത് എന്റെ കുറ്റമല്ല, മനസ്സിലായില്ല. ഇതൊന്നും എൻ്റെ അച്ഛന്റെ കുറ്റമല്ല. ജൂലക്കാരൻ നിന്റെ അവിട്ട നക്ഷത്രത്തിൽ ഇത്ര വയസ്സുകാലത്ത് അനുഭവിക്കേണ്ടതൊക്കെ നീ മണ്ണിൽ അനുഭവിച്ചല്ല പോണം. മനസ്സിലായ അത് ഞാൻ തീർപ്പുണ്ടാക്കി തരാം. മഞ്ജുള കണക്ക് നോക്കിക്കോ. കണക്ക് നോക്കാണ്ട് ആ കണക്ക് നോക്കി നേരത്തെ നേരെ വെട്ടം കിടന്നു പോട്ടെ. മനസ്സിലായില്ല. അതിൻ്റെയൊക്കെ പേരെഴുതി കടലാസിൽ എഴുതി വെച്ചോ. എൻ്റെ പേര് എഴുതി ഞാൻ വഴി ഉണ്ടാക്കി തരാം. ദിനം ഒരു വെള്ളിട്ട് വെച്ചോ. അവരുടെ പേരും പറഞ്ഞു. ഇവരെ കൊണ്ട് എനിക്കും എൻ്റെ പണിയാളർക്കും സന്താനം ശല്യം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ തീർപ്പുണ്ടാക്കി തരാം. മതിയാ. അത് കൊടുക്കണ്ടേ? അത് കൊടുക്കണ്ടേ? മനസ്സിലായില്ല. നിന്റെ മാതാവിന് നീ കൊടുക്കണ. അതൊന്നും പറയില്ല. നിന്റെ മാതാവണ 9-10 മാസം നിന്റെ ഉദരത്തിലിട്ട ആ കണക്ക് മാത്രം പറഞ്ഞാൽ മതി. അവർക്ക് കൊടുക്കേണ്ട കാര്യം നിനക്കില്ല. നിനക്ക് നിന്റെ മാതാവിന് ഇപ്പൊ കണ്ട കുറെ കാലങ്ങളായിട്ട് മാതാവിന്റെ അടുത്ത് പോയിട്ട് ആദ്യം വന്നിരുന്നു നീ. നിനക്കതിനൊരു കടമയുണ്ട്. എന്തിനാന്ന് നീ അത് കേൾക്കാൻ നിന്നിട്ടല്ലേ? അത് തൊപ്പിക്കാരൻ ആ സ്ഥാനത്ത് ഒരു കടലാസ് കൊണ്ട് കൊടുക്കാം. മനസ്സിലാവണ്ട. ഇവരിങ്ങനെ പ്രവർത്തിക്കാൻ വരുന്നു. നിനക്ക് നിന്റെ മാതാവിന് വേണ്ടത് ചെയ്തു കൊടുക്കണം. അതൊരു കടമയാണ്. തെക്കോട്ടെടുക്കുന്ന കാലം വരെ നിനക്ക് നോക്കാൻ അവകാശമുണ്ട്. 9-10 മാസക്കാലം ഉദരത്തിലിട്ട കണക്കുണ്ട്. അത് ചെയ്താലും നിന്റെ സന്താനങ്ങള് അടുത്ത ഭാഗത്ത് വരുമ്പോ നിന്നെ നോക്കുള്ളൂ. മനസ്സിലാവണ്ട. അപ്പൊ ആ കടം ഇങ്ങനെയാ തീരാന്ന്. അപ്പൊ നീ പൊക്കോ, ഞാൻ തരാം. മാറ്റങ്ങളുണ്ട. അത് പടിപടിയായിട്ട് തന്നേക്കാം. 2 നേരം ദീപം തെളിയിക്കുമ്പോൾ എന്നെ നല്ലവണ്ണം സങ്കല്പിച്ചേക്കാം. എന്നിട്ട് ഒരു ഒറ്റ നാണയം, അത് എത്രയാണെന്നൊന്നുമില്ല, ഒരു ഒറ്റ നാണയം അത്രേ വേണ്ടു. അതിൽ കൂടുതൽ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. 2 നേരം ഒരു ഒറ്റ നാണയം ഇട്ട് കണ്ടിട്ട് കവാടം തുറക്കുമ്പോൾ എൻ്റെ ദീപം തെളിയിച്ച് വെച്ച് എന്നോട് നിന്റെ പരിഭവവും പരാതിയും സങ്കടങ്ങളും നിന്റെ ഭവനത്തിൻ്റെ കാര്യം, നിന്റെ മിന്നുകെട്ടുകാരും സന്താനങ്ങളുടെ കാര്യം, നിന്റേതായ വെള്ളിയുടേതായ സകല കാര്യങ്ങളും എന്നോട് പറഞ്ഞു. ഞാൻ പടിപടിയായിട്ട് തീർപ്പുണ്ടാക്കി തരാം. പോരെ? തീർപ്പുണ്ടാക്കി തരാൻ അച്ഛൻ്റെ ആലയത്തിൽ പോയിട്ട് കൂവളത്തിൻ്റെ നാടൻ കൊടുത്തിട്ടേ അത് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇളനീരും നിന്റെ ദേശത്തോടൊപ്പറന്നോട് കാണിക്കാത്ത പോയിട്ട് മാതാവിൻ്റെ പേര് പറഞ്ഞ് കുറച്ച് മഞ്ഞത്തോടു കൂടി പൂജാതി കർമ്മം കഴിച്ച് അത്താഴോട് കഴിഞ്ഞ് നിദ്ര കൊള്ളുന്ന സമയത്ത് ഇതരച്ച് ആ വേവനാദിയുള്ള ഭാഗത്തിട്ടു. മനസ്സിലായി? ഞാൻ പറയുന്നത് മനസ്സിലായില്ല. അച്ഛൻ്റെ ആലയത്തിൽ എല്ലാ തിങ്കളാഴ്ചയും ഒരു കൂവളത്തിനും ഒരു കുളം കൊണ്ട് നീരും കൊടുത്തിരിക്കും. ആ കൂവളത്തിൽ നിന്ന് ഒരു പിടി കൂവളത്തിന്റെ ഇല തരാൻ പറയാം. എന്നിട്ട് നിന്റെ ദേശത്തെ തട്ടകത്തോടൊപ്പുറന്നുള്ള ആ സ്ഥാനത്ത് മഞ്ഞത്തോട് പുരാതി കർമ്മം കഴിച്ചു മാതാവിന്റെ പേര്. എന്നിട്ട് ഇറച്ച് ആ ഭാഗത്തിട്ടേക്കാം രാത്രി കിടക്കുന്ന നേരത്ത്. മനസ്സിലായ? വെറുതെ കൊടുക്കും.
ദർശന ദർശന മഞ്ജുള ജിജിണ്ടോ ജിജി ദേവേഷ് രണ്ടുപേരും ജിജോ അല്ലെങ്കിൽ അടുത്ത കർമ്മത്തിൽ വരുന്ന കയറാൻ പറയും. അതല്ലെങ്കിൽ അവരോട് ദീപം തെളിയിക്കുന്നതായിട്ട് എൻ്റെ അടുത്ത് വന്നത് ഒരു പ്രാർത്ഥന വെച്ചിട്ടുണ്ടെന്ന് പുലരി നമ്മൾക്ക് സമയം മൂടിക ഇപ്പം അടിക്കണ്ട നന്നായി വരുന്നുള്ളൂ. വേണം പുലരിയാകുമ്പോൾ വരും. ഞാൻ കൊടുത്തേക്കാം. മനസ്സിലായില്ല. ദേശത്തെ ചില കാര്യങ്ങൾ കൊടുത്തേക്കാം. പേടിക്കണ്ട. അപ്പോരെ രണ്ടുപേരുടെ പേരിലും കർമ്മം പ്രവർത്തിക്കാൻ പറയും. കാര്യസിദ്ധാർത്ഥം ആ നിൽക്കുന്ന ദേശാസനത്തിന് ആ ദേശം എഴുതി കൊടുത്ത് ഞാൻ വഴി ഉണ്ടാക്കിത്തരാം. ഞാൻ കണ്ടുപിടി കഴിച്ച് അപ്പൊ കർമ്മം കിട്ടിയപ്പോ അതിന്റെ വെള്ളി എനിക്ക് തന്നിട്ടുണ്ടോ? ഒരു 30 നാളത്തെ വെള്ളി എനിക്ക് തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ടോന്ന് ചോദിച്ചു. നീ പേടിക്കണ്ട. ഞാൻ ആ സ്ഥാപനത്തിന്റെ പേര് എഴുതി കൊടുത്തോ, ഉണ്ണിയുടെ കർമ്മ നാമോദയ നക്ഷത്രം എഴുതി കൊടുത്തോ, കർമ്മ മേഖല എഴുതി കൊടുത്തു. അവിടേക്ക് ഒരു ഉണ്ണിയും വരാണ്ട് ഞാൻ എഴുതിക്കൊള്ളു. മതിയോ? കർമ്മം ചെയ്യുന്ന ആ സ്ഥാനം എഴുതി കൊടുക്കുക, കർമ്മ മേഖല എഴുതി കൊടുക്കുക. അവിടേക്ക് ഒരു ഉണ്ണിയും വരാണ്ട് ഞാൻ നോക്കിയാ പോരെ? പൊക്കോളാൻ കിട്ടുന്ന സമ്മാനം നീ വാങ്ങിച്ചോ. മതിയാ? ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല. ഞാൻ എന്താ പറഞ്ഞു? നീ ഒന്നിനും മിണ്ടിയിട്ട് കാര്യമില്ല. നീ മിണ്ടാതിരുന്നോന്നാ ഞാൻ പറഞ്ഞോളൂ. മേടമാസം കഴിയുന്നവരെ നീ മിണ്ടാതിരുന്നു. നിന്റെ സമയം മോച്ചാ. അത് കഴിഞ്ഞിട്ട് തല്ല. മതിയാ? മേടമാസം വരെ നിന്റെ സമയം മോച്ചാന്ന്. അതിനു മുമ്പ് നീ തർക്കത്തിൽ ചെന്ന് നിന്നെ ഏതെങ്കിലും മൂലയിൽ ഇരുത്തുന്ന പുറത്തുണ്ടോ? അതിരിക്കാൻ നിനക്ക് സമ്മതമാണെങ്കിൽ നീ ഇരുന്നോ. മേടമാസം കഴിയിട്ടല്ലേ? 5 കൊല്ലത്ത് വെച്ച് എൻ്റെ ആസ്ഥാനത്തേക്ക് തടസ്സങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. അവിടെ വെച്ച ഇവിടെ വെച്ച് സംഭവിച്ചു. ഇത് ലൈസൻസിന്റെ അത് വണ്ടി കൊടുത്തു. വിധിയായി 40 ലക്ഷം അടയ്ക്കണം. എന്നാലും വെള്ളി കൊടുക്കേണ്ട പറ്റും. വെള്ളി കൊടുക്കേണ്ട വരും. അവര് കോംപ്രമൈസ് ചെയ്യാറോ? 40 ലക്ഷം രൂപയാണ് അത് ഇവർ കൊണ്ട് തന്നില്ല. ഇതിന് അപ്പീൽ പോകണം. അല്ലെങ്കിൽ കോംപ്രമൈസ് ആവും. അത് മുകളിലേക്ക് പോയിട്ടും കാര്യമില്ലുണ്ട് അല്ലേ? ആ അതൊന്ന്. അപ്പൊ ശരിയല്ലേ? അപ്പൊ ഉണ്ണികൾ വെക്കുന്ന വ്യവസ്ഥക്ക് ആ ഭാഗത്ത് ഉണ്ണിയും കൂടി വ്യവസ്ഥ വെക്കാന്നുണ്ടെങ്കിൽ ഞാൻ നടപടിയാക്കി തരാം. അവരുടെ പേരെഴുതി കൊടുത്തു. മനസ്സിലായില്ല? അത് അപമൃത്യായാലോ എന്ത് സംഭവിക്കും? നിര്യാണം വന്ന എന്താ സംഭവിക്കാന്ന്? അത് നിങ്ങൾക്ക് സംഭവിച്ചെങ്കിലോ എന്തുണ്ടാവും? എത്ര വെള്ളി കൊടുത്താലും ആ ഉണ്ണി അനുഭവിച്ച വേദനയൊന്നും തിരിച്ചു വാങ്ങാൻ പറ്റുമോ? ഉണ്ണിയ ഇല്ല. ശരിയല്ലേ?
അത് ഇങ്ങടെ സംഭവിച്ചാൽ ഉണ്ണിപ്പോ എന്താ പറയാ? ഞാൻ ആ ഉണ്ണിയുടെ കയ്യിൽ നിന്നും വെള്ളി വാങ്ങിച്ചിട്ടില്ല, നിന്റെ കയ്യിൽ നിന്നും വെള്ളി വാങ്ങിച്ചിട്ടില്ല. ഇങ്ങടെ സംഭവിച്ചു അതെങ്ങനെ കിട്ടാ ഉണ്ണി? അല്ലാന്ന് ഇപ്പൊ ഈ ഉണ്ണി പറഞ്ഞ വാക്കിനെ എങ്ങനെ കിട്ടാന്ന്? ആരുടെ കയ്യില് സംഭവിച്ചത്? നീ ഈ എല്ലാവരുടെ പേര് എഴുതി കൊടുത്തു. ഈ സംഭവിച്ച ഉണ്ണിയുടെയും നിന്റെ മിന്നിട്ട് ഉണ്ണിയുടെയൊക്കെ പേര് എഴുതി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത കർമ്മം കഴിയുമ്പോൾ ഒരു വ്യവസ്ഥ വയ്ക്കും, ഞാൻ വഴി ഉണ്ടാക്കിയില്ല. ആ കറുത്ത വസ്ത്രക്കാരൻ്റെ പേര് എഴുതി വാങ്ങിച്ചു. മനസ്സിലായില്ല? അങ്ങനെയല്ല പറഞ്ഞു പുറത്തകത്തുനിന്ന് കാര്യങ്ങൾ പറയാം അല്ലേ? അങ്ങനെ ചെയ്തു ഞാൻ വഴി ഉണ്ടാക്കി തരാം. കാര്യസിദ്ധാർത്ഥം പൂജ കഴിച്ചോ? നിനക്ക് എന്ത് കർമ്മം വേണ്ടേ? എന്ത് കർമ്മം വേണ്ടേ? എവിടെ ഉദ്ദേശിക്കണേ? നിനക്ക് വിറ്റ് എത്രയുണ്ട്? മനസ്സിലായില്ല? എന്തിന്റെ? അപ്പൊ നീ ഏതെങ്കിലും സ്ഥാപനത്തിൽ കൂടിക്കാഴ്ചക്ക് എഴുത്ത് പരീക്ഷയ്ക്ക് പോയിട്ടുണ്ടാ? നിന്റെ നക്ഷത്രം കിട്ടോ? നീപ്പേ ഒരു 2 മാസം കാലം അടുപ്പിച്ച് വ്യാഴം, അതായത് മേടം തീരുന്നവരെ എനിക്കൊരു കാര്യസിദ്ധാർത്ഥം പൂജ കഴിച്ചു ഞാൻ തീർക്കുന്നുണ്ടാക്കി തരാം. എന്റെ കയ്യിൽ ഇനി എവിടുന്നാ വരുന്നത്? അപ്പൊ തരാനുള്ള ഉണ്ണിയുടെ പേരെഴുതി കൊടുത്തു. പേരെഴുതി കൊടുത്തു. നിന്റെ പേരിലും ആ ഉണ്ണിയുടെ പേരിലും ഓരോ കാര്യസിദ്ധാർത്ഥം പൂജ കഴിച്ചു വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. അപ്പൊ നിന്റെ നാമോദയ നക്ഷത്രം എഴുതി കൊടുത്തു. ആ വെള്ളി വാങ്ങിച്ച ഉണ്ണിയുടെ പേര് എഴുതി കൊടുത്തു. ഇതാ ഞാൻ വഴി ഉണ്ടാക്കി തരാം. രണ്ടുപേരെ പേരിലും കാര്യസിദ്ധാർത്ഥം പൂജ കഴിച്ച പൊക്കോ. അപ്പൊ ഇനി വരുമ്പോ ഒരു ചെമ്പോലത്തകട്ട് തരാൻ നിനക്ക്, നീ അത് കൊണ്ടുപോക്കോ. അതിനാണ് ഞാൻ പറഞ്ഞത് കാര്യസിദ്ധാർത്ഥം പൂജ കഴിക്കാൻ. മനസ്സിലായ? ഇത് കൂടെ അതും ചേർത്ത് ചെയ്തേക്കാം. മനസ്സിലായില്ല? നിനക്കൊരു ചെമ്പോലത്തകട്ട് തരാന്ന്, അത് നീ കൊണ്ടുപോക്കോളാം. മനസ്സിലായ? പൊക്കോ. ഒന്ന് നിനക്ക് കർമ്മം കിട്ടാനും നിന്റെ വെള്ളി കിട്ടാനും, ഇനിയൊന്ന് ആ വെള്ളി വാങ്ങിച്ചൊന്നില്ലേ അങ്ങേർക്ക് മനസ്സ് മാറി നിനക്ക് തരാനും. മനസ്സിലായ? സമ്മതിച്ച? ഇനി വരുമ്പോഴേ ഇത് മധു കൊണ്ട് വരും. കണ്ണൂർ വരുമ്പോ മധു കൊണ്ട് വരും. അത് ഞാൻ പൂജ വെച്ച് തരാം. അതുകൊണ്ട് കൊടുക്കും. അപ്പൊ നിന്റെ പുസ്തകത്താണ് നിന്റെ അക്കം കൊണ്ടുപോലെ കാര്യസിദ്ധാർത്ഥം പൂജ കഴിച്ചോ, കൊണ്ട് ദിക്ക് എഴുതി കൊടുത്തോ വഴിയാണല്ലേ. ഞാനിതൊന്നും ചോദിച്ചിട്ടില്ല. നിനക്ക് എന്നെ കൊണ്ട് എന്താ ആവശ്യം എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. നീ എൻ്റെ അച്ഛനെ പൂജിക്കുന്നു, എൻ്റെ ഉടപ്പിറന്നോളായിട്ട് എൻ്റെ അമ്മയെ പൂജിക്കുന്നു, ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആ ചോദ്യം അറിയണ്ട. എനിക്കൊന്നും അറിയാം. നീ അവിടെ നിന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല. നീ എൻ്റെ അച്ഛനെ പൂജിക്കുന്നുണ്ടല്ലേ? അപ്പൊ പിന്നെ അച്ഛന്റെ മകനായ ഞാൻ കാട്ടാളത്തേക്ക് പിറന്ന എന്നെ കാണാൻ വന്നതിന്റെ കാര്യം എന്താന്നാ ചോദിച്ചേ? അപ്പൊ പിന്നെ നീ ഇപ്പൊ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നേ? മനസ്സിലായില്ല? നീ അവിടെ വിളിച്ചാൽ ഞാൻ അവിടെ ഉള്ളതല്ലേ. അപ്പൊ ഇത്രയും ദൂരം നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് കാണാൻ വന്നേ? ഇതുകൊണ്ടാണ് നിന്നോട് ഞാൻ വേഗം എനിക്കോളാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഈ നേരം വരെ ഒരു ഉണ്ണിയോടെ എനിക്കോളാൻ പറഞ്ഞില്ല. നീ അവിടെ വിളിക്കുമ്പോ ഞാൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നീ പിന്നെ എന്തിനാ ആ സന്ദേഹം വെച്ചെന്ന് ഇങ്ങോട്ട് വന്നേന്ന്? പിന്നെന്താ വേണ്ടത്? കണ്ട ആട്ടം കാണാൻ നീ പറയുന്നതിനൊരു വ്യക്തത വേണ്ടേ ഉണ്ണി? നീ എന്നെ വെച്ച് ആരാധിക്കുന്നു എന്ന് പറയണു ഇല്ലേ? എൻ്റെ അച്ഛനെ മഹാദേവനെ പൂജിക്കുന്ന ആളാന്ന് പറയണു ഇല്ലേ? അത് രണ്ടും സമ്മതിച്ചു. എന്നിട്ട് ഞാൻ അവിടെ ഉള്ളപ്പോ നീ എന്തിനാ ഇത്രയും ദൂരം എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നേന്ന്?
അപ്പൊ അതിലെന്തെങ്കിലും വല്ല ബന്ധനുണ്ടാ? അത് നീ ഒന്ന് നോക്കണ്ടേ? ചിത്രം അവിടെ ചിത്രമാണോ? എവിടെ? ഭവനത്തിനകത്താ. നന്നായി മനസ്സിലായ? അപ്പൊ തന്നെ തെറ്റിയില്ലേ നിനക്ക്? എന്നെ നിത്യം കുളിപ്പിച്ചേക്കണം, എനിക്ക് അന്നം തന്നേക്കണം, മനസ്സിലായില്ല? ഇതൊക്കെ ആണെങ്കിൽ ശരി, ഒരു മുറിയറയിൽ മറ്റുള്ള ആൾക്കാരുടെ കൂടെ ഞാൻ ഇരിക്കില്ല. ഇതെന്നെ സേവിച്ചുകൊണ്ടൊന്ന് സേവക്കാരനാണ്. നിന്റെ മറ്റുള്ള ചിത്രങ്ങളൊക്കെ ഇല്ലേ അവിടെ? എന്നിട്ട് എന്ത് നീ മനസ്സിലായില്ല? എന്നിട്ട് എന്താ ഉയരാത്ത? എന്താ ഉയരാത്തേന്ന്? അത് എന്താ ഉയരാത്തേന്ന് ഈ രാശിപ്പലക വെച്ച് നോക്ക്. എനിക്ക് ബന്ധനം അത് തന്നെ ഞാനും പറഞ്ഞേ. നീ രാശിപ്പലകയിലൊന്നും നോക്ക്, എന്നിട്ട് വാ. മാറ്റം ഉണ്ടായിരുന്നു. നീ കുഴപ്പമില്ല, തീർപ്പുണ്ടാക്കി കൊടുക്കാന്ന് പോയി. ഖദീജ അതിലെ ഭർത്താവോട് വന്നിട്ട് പണി കിട്ടിയില്ല, തിരിച്ചു പോകാൻ പറ്റില്ല, നോണം കിട്ടുന്ന ഞാൻ കൊടുക്കാന്ന് പറ. എന്താണ്? തരാം തരാം, നീ ആവലാതിപ്പണ്ട, ഞാൻ തരാം. വെറുതെ കൊടുക്കാൻ പറ്റോ? ഇല്ലില്ല, പൊക്കോ നീ. ഞാനത് ആളെ തട്ട് വെച്ച് നിർത്തിയിട്ടുണ്ട്. നീ പൊക്കോ, ഞാനല്ല പറഞ്ഞു. നക്ഷത്രം എന്താ? സമയം നല്ലതാ. വേടം 11 നീ ആരായിട്ട് എന്താ വാക്ക് വർക്കുണ്ടായി? അപ്പൊ വാങ്ങിച്ച് കെട്ടിക്കോ, മനസ്സിലായ? അവർക്ക് വിഷമസന്ധ്യ വരുമ്പോഴേ അവരൊരു പ്രാർത്ഥന വെച്ചാലേ അത് ഫലിക്കും, മനസ്സിലായ? ഇനി വരുമ്പോഴേ കൊണ്ടുപോകാം, ഞാൻ വഴി ഉണ്ടാക്കി.